ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇനിയും മൊഡ്യൂൾ 3 നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡിസൈൻ ഓഫ് പേയ്മെൻറ്റ് ഡിസൈനിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഡിസൈൻ യൂസിങ് IRC ഗൈഡ് ലൈൻസ് പറഞ്ഞിരുന്നു. നമുക്ക് ഇന്ന് ഫാക്ടേഴ്സ് നോക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് CBR മെത്തേഡ് വെച്ചിട്ടുള്ള ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഡിസൈൻ നോക്കാം. ഇത്രയും പോർഷനാണ് നമുക്ക് ഇനിയിപ്പം ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേയ്മെന്റ് ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിസൈൻ വീൽ ലോഡ്, സെക്കൻഡ് വൺ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, തേർഡ് വൺ പേയ്മെന്റ് കമ്പോണന്റ് മെറ്റീരിയൽ, ഫോർത്ത് വൺ ഡ്രെയിനേജ് ആൻഡ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, ഫിഫ്ത്ത് വൺ സബ്ഗ്രേഡ് സോയിൽ. ഓക്കെ, ഇതിലെ ഡിസൈൻ വീൽ ലോഡിൽ നമുക്ക് കുറച്ച് സബ് ഫാക്ടേഴ്സ് പറയാം. മാക്സിമം വീൽ ലോഡ്, കോൺടാക്ട് പ്രഷർ, ESWL സിംഗിൾ ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ്, റെപ്പറ്റീഷൻ ഓഫ് ലോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ഡിസൈൻ വീൽ ലോഡ് നമുക്ക് നോക്കാം. അപ്പം ദ തിക്നെസ് ഓഫ് പേയ്മെന്റ് പ്രൈമർലി ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിസൈൻ വീൽ ലോഡ്. ഓക്കെ, ഒരു പേയ്മെന്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ആ ഒരു പേയ്മെന്റിൽ വരാൻ ചാൻസ് ഉള്ള വീലിന്റെ ലോഡിനെ അനുസരിച്ചിരിക്കുമല്ലോ അല്ലേ. ആ വീൽ ലോഡിനെ താങ്ങാൻ പറ്റുന്ന എന്ന് വെച്ചാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പേയ്മെന്റിന് തിക്നെസ് കൊടുക്കണം അല്ലേ. ഹയർ വീൽ ലോഡ് ആണെങ്കിൽ തിക്കർ പേയ്മെന്റ് വേണ്ടി വരും. പ്രൊവൈഡഡ് ദി അതർ ഡിസൈൻ ഫാക്ടേഴ്സ് എല്ലാം സെയിം ആണെങ്കിൽ, ജസ്റ്റ് ഈ പറയുന്ന വീൽ ലോഡ് മാത്രമാണ് ഹയർ എങ്കിൽ തിക്നെസ് അതനുസരിച്ച് എന്താണ് പേയ്മെന്റിന് അതനുസരിച്ച് തിക്കറാക്കണം. ഓക്കെ, അപ്പം വേരിയസ് വീൽ ലോഡ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ദി പേയ്മെന്റ് ഡിസൈൻ ആർ, നേരത്തെ പറഞ്ഞത് തന്നെ, മാക്സിമം വീൽ ലോഡ്, കോൺടാക്ട് പ്രഷർ, ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ്, റെപ്പറ്റീഷൻ ഓഫ് ലോഡ്സ്. ഇതിലെ ഫസ്റ്റ് വൺ മാക്സിമം വീൽ ലോഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യുമ്പം ഫോർ ഹൈവേ ദ മാക്സിമം ലീഗൽ ആക്സിയൽ ലോഡ് സ്പെസിഫൈഡ് ബൈ IRC ഈസ് 8170 കിലോഗ്രാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹൈവേ ഡിസൈനിൽ IRC പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഹൈവേ കൂടെ പോകുന്ന വെഹിക്കിളിലെ ഒരു ആക്സിയൽ, ഒരു ഫ്രണ്ട് സൈഡിൽ മാത്രം അല്ലെങ്കിൽ റിയർ സൈഡിൽ മാത്രം എടുത്താൽ ആ ഒരൊറ്റ സൈഡിൽ നിന്ന് ആ വെഹിക്കിളിന്റെ ആ ഒരു ആക്സിൽ കൊടുക്കാൻ ചാൻസ് ഉള്ള മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 8170 കിലോഗ്രാം ആയിരിക്കണം. ഓക്കെ, അതായിരിക്കണം മാക്സിമം, അതിൽ കൂടാൻ പാടില്ല. ഒരു ആക്സിൽ, രണ്ട് ആക്സിൽ ഉണ്ടാകുമ്പം രണ്ടിന്റെ ആഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോഡ് ഇൻഫ്ലുവൻസസ് ദി തിക്നെസ് ഓഫ് പേയ്മെന്റ്. അപ്പം മൊത്തത്തിൽ ഒരു വെഹിക്കിളിൽ നിന്ന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ലോഡ് വെച്ചിട്ടാണ് നമ്മൾ തിക്നെസ് ഓഫ് പേയ്മെന്റ് പറയുന്നത്. ടയർ പ്രഷർ ഇൻഫ്ലുവൻസസ് ദി ക്വാളിറ്റി ഓഫ് വിയറിംഗ് സർഫസ്. എന്താണ് ഈ പറയുന്ന വെഹിക്കിളിന്റെ ടയറും ആ പറയുന്ന ടയർ കോണ്ടാക്ട് ആയിരിക്കുന്ന പേയ്മെന്റ് സർഫസ് ഉണ്ടല്ലോ, ഇവർ തമ്മിൽ ഒരു ടയർ പ്രഷർ ഉണ്ടാവുമല്ലേ. ആ പ്രഷർ എന്ന് പറയുന്നത് അവിടെ ആ പേയ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വിയറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിലുള്ള ആ ഒരു സർഫസ് ആണ്. അതിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വിയറിംഗ് സർഫസ് ആ കൊടുത്തിരിക്കുന്നെങ്കിൽ ടയർ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് കാരണം അത് പെട്ടെന്ന് ക്രാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ക്വാളിറ്റി മെറ്റീരിയൽ വേണം നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊടുക്കാൻ. ഓക്കെ, അപ്പം ഈ പറയുന്ന ആക്സിയലിന്റെ കോൺഫിഗറേഷൻസ് ആണ് ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ വണ്ടികളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ടയറിനെ അറേഞ്ച് ചെയ്യുന്നത് ആ കാര്യമാണ്. ഫസ്റ്റ് വൺ നോക്കിയേ, സിംഗിൾ ആക്സിയൽ വിത്ത് സിംഗിൾ ടയർ. ഓക്കെ, ഒരൊറ്റ ആക്സിയൽ ഉണ്ട്, അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ ടയർ. ഓക്കെ, അടുത്തത് സിംഗിൾ ആക്സിയൽ വിത്ത് ഡ്യുവൽ ടയേഴ്സ്, രണ്ട് ടയേഴ്സ് ഉണ്ട് അപ്പുറം ഇപ്പുറം. ഓക്കെ, അടുത്ത് നോക്കിയേ, ടാൻഡം ആക്സിയൽ വിത്ത് സിംഗിൾ ടയർ. ഒറ്റ ആക്സിൽ അല്ല, ഇവിടെ രണ്ട് ആക്സിൽ ഉണ്ട്, അതുകൊണ്ടാണ് ടാൻഡം ആക്സിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ ആക്സിലിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ ടയർ കൊടുത്തിരിക്കുന്നു. അടുത്തതാണ് ടാൻഡം ആക്സിൽ എന്ന് വെച്ചാൽ രണ്ട് ആക്സിൽ ഉണ്ട്, അവിടെ അപ്പുറം ഇപ്പുറം ഡ്യുവൽ ടയർ ആണ്, രണ്ട് ടയർ വെച്ചിട്ടുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന 3 and 4 ആ രണ്ട് ഇമേജ് എന്ന് പറയുന്നത് നല്ല ഹെവി വെഹിക്കിൾസിലെ വലിയ ലോറി, ഈ ടോറസ് ഒക്കെ പോലെ ആ വണ്ടി ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് നല്ല ലോഡ് എടുക്കേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ്. അപ്പൊ അവരുടെ ആ വണ്ടികളുടെ ഫ്രണ്ടിലും റിയർ സൈഡിലും ബാക്ക് സൈഡിലും നമ്മൾ ഇങ്ങനെ രണ്ട് ആക്സിൽസ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ഓരോ ആക്സിലും ഓരോ ടയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ലോഡ് അനുസരിച്ച് രണ്ട് ടയർ വെച്ചിട്ടോ കൊടുക്കും. അപ്പൊ രണ്ട് ആക്സിലൊക്കെ ഈ ഹെവി ലോഡ് വണ്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഇപ്പൊ കാറൊക്കെ ആകുമ്പോൾ ഒറ്റ ആക്സിൽ വിത്ത് സിംഗിൾ ടയർ ആയിരിക്കും, അപ്പുറം ഇപ്പുറം ബാക്കിലും ഫ്രണ്ടിലും. ഓക്കെ, അപ്പൊ ഈ ആക്സിലിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മൾ പേയ്മെന്റ് തിക്നെസ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഈ പറയുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന ആ ഒരു വെർട്ടിക്കൽ സ്ട്രെസ് ഉണ്ടല്ലോ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതിന് ഈ ഒരു ഗ്രാഫിന്റെ ആവശ്യം നമുക്കുണ്ട്.
വൈ ആക്സിസിൽ ഡെപ്ത്, ഇങ്ങോട്ട് വെർട്ടിക്കൽ സ്ട്രെസ്. ഓക്കെ, ഡെപ്ത് എന്ന് പറയുമ്പം 0.25 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, അങ്ങനെ 175 സെൻറ്റിമീറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വെർട്ടിക്കൽ സ്ട്രെസ് kg/cm², 0.2468 അങ്ങനെ. എന്നിട്ട് എന്താണ് ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്? കുറേ ലൈൻസ് ഉണ്ട് അല്ലേ? ബോൾഡ് ലൈനും ഉണ്ട്, ബോൾഡ് ലൈനും പോകുന്നുണ്ട്, ഡോട്ടഡ് ലൈനും പോകുന്നുണ്ട്. ഇവിടെ താഴെയും ഒരു ബോൾഡ് ലൈൻ, അതിൻ്റെ കൂടെ തന്നെ ഒരു ഡോട്ടഡ് ലൈനും പോകുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത് ആദ്യം പറയാം. ആദ്യത്തെ മേളിലുള്ള ബോൾഡ് ലൈൻ നിങ്ങൾ നോക്കി, അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1.8 ടൺ. ടൺ ആണ് കേട്ടോ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1.8 ടൺ എന്ന് പറയുമ്പോൾ അതാണ് അവിടുത്തെ വീൽ ലോഡ്. ആ വീൽ ലോഡ് ഉണ്ടാക്കുന്ന ടയർ പ്രഷറാണ് 7 kg/cm². ഓക്കെ, 1.8 ടണ്ണും 7 kg/cm² ആണ് ഈ ഫസ്റ്റ് ബോൾഡ് ലൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ഡോട്ടഡ് ലൈൻ, അതിൻ്റെ കൂടെ ഉള്ള ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഇത് അല്ലേ? അത് സെയിം തന്നെ, വീൽ ലോഡ് സെയിം തന്നെ, 1.8 ടൺസ് തന്നെ. അവിടുത്തെ ടയറിന്റെ പ്രഷർ കൂടി 14 km/cm². ഓക്കെ, അപ്പോൾ മനസ്സിലായാലും രണ്ടിലും ടയർ പ്രഷർ സെയിം, ടയർ പ്രഷറിൽ വ്യത്യാസമുണ്ട്, വീൽ ലോഡ് സെയിം ആണ്. അടുത്തത് ഇതേപോലെ തന്നെ വേറെ 2 വാല്യൂസ് ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു ബോൾഡ് ലൈൻ എന്ന് വെച്ചാൽ 3.6 ടൺ, 7 kg/cm² അവിടുത്തെ ടയർ പ്രഷറും, ഡോട്ടഡ് ലൈൻ എന്ന് കാണിച്ചിരിക്കുന്നത് 3.6 ടണ്ണും അവിടുത്തെ ടയർ പ്രഷർ 14 kg/cm² ആണ്. ഓക്കെ, ഈ വാല്യൂസിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ കാര്യം മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഇൻഫറൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഈ വാല്യൂസ് കൊടുത്തേ ഉള്ളൂ. ഈ വാല്യൂസ് ഇപ്പം എന്തും ആകാം, 2 ടൺസ് എന്നോ അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ 5 ടൺ എന്നോ കൊടുക്കാം. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് വാല്യൂസ് വെച്ചിരിക്കുന്നത്, അവർ ആ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിതേ ആദ്യത്തെ ഈ മേളിലുള്ള 2 ലൈൻ, ഈ ബോൾഡ് ലൈനും ഡോട്ടഡ് ലൈനും നോക്കാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് 1.8 ടണ്ണും 7 kg/cm², അതിൻ്റെ ലൈനാണല്ലേ ഈ കേവ്. അടുത്തതിൽ 1.8 ടണ്ണും 14 kg/cm². അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ടയർ പ്രഷർ കൂടുന്തോറും, ടയറിന്റെ പ്രഷർ 14 ആയിരുന്നപ്പം അവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ് കൂടുതലാണ്. പക്ഷേ ആ ഒരു കേസിൽ അവിടുത്തെ ഡെപ്ത്, ഈ പറയുന്ന സെക്കൻഡ് കേസിൽ ഡോട്ടഡ് ലൈനിന്റെ കേസിൽ അവിടുത്തെ ഡെപ്തിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടോ? ടയർ പ്രഷർ കൂടുന്നതനുസരിച്ച് ഡെപ്തിന് പ്രത്യേകിച്ച് വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. ഓക്കെ, പക്ഷെ സെക്കൻഡ് കേസിൽ പറയുവാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, എന്താണ് അവിടെ ടയർ പ്രഷർ കുറവാണ്. ടയർ പ്രഷർ കുറവായതുകൊണ്ട് അവിടുത്തെ വെർട്ടിക്കൽ സ്ട്രെസ്സും കുറവാണ്. പക്ഷെ എന്താണ്, ഡെപ്ത് കൂടുന്നുണ്ട് അല്ലേ? ഇപ്പൊ വീൽ ലോഡ് അനുസരിച്ച് ഡെപ്ത് കൂടുന്നുണ്ട്, പക്ഷെ അവിടെ ടയർ പ്രഷറിന് ഈ ഡെപ്തുമായിട്ടൊരു വലിയ റിലേഷൻ ഇല്ല, അതിനനുസരിച്ച് ഡെപ്തും കൂടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഈ കേസിലും പറയുന്നത്. അവിടെയും 14 kg/cm² ആയിരുന്നപ്പോൾ വെർട്ടിക്കൽ സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്, പക്ഷെ നമുക്ക് ഡെപ്ത് അത്രയും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ 7 kg ആയിരുന്നപ്പോൾ കുറച്ചും കൂടെ എന്താണ് ഡെപ്തിൽ കുറച്ചും കൂടെ ഡെപ്ത് കൂട്ടി കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കുന്നത്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ടയർ പ്രഷർ ഈസ് പ്രിഡോമിനേറ്റിംഗ് ഇൻ ദി അപ്പർ ലെയർ. ഓക്കെ, അപ്പം ഈ പറയുന്ന ടയറിന്റെ പ്രഷറിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലും അപ്പർ ലെയറിലാണ്. ഇപ്പൊ ഒരു 100 സെന്റിമീറ്റർ ടോട്ടൽ തിക്നെസ് ഉള്ള ഒരു പേയ്മെന്റ് ആണെന്ന് വെച്ചോ, അവിടെ ഈ ടയറിന്റെ പ്രഷറിന് ഇൻഫ്ലുവൻസ് കൂടുതലും വരുന്നത് അപ്പർ ലെയറിലായി. ഇപ്പം മേളത്തെ ഈ ഒരു ഇത്രയും പോർഷനിലായിരിക്കും ചിലപ്പം ടയർ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. താഴോട്ട് ചെല്ലുന്തോറും ടയർ പ്രഷറിന് അധികം ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പൊ അപ്പർ ലെയറിലായിരിക്കും ടയർ പ്രഷറിന് കൂടുതൽ ഇൻഫ്ലുവൻസ്. അത് മനസ്സിലാക്കുക. അറ്റ് ഗ്രേറ്റർ ഡെപ്ത് ദ എഫക്ട് ഓഫ് ടയർ പ്രഷർ ഡിമിനിഷസ് ആൻഡ് ദി ടോട്ടൽ ലോഡ് എക്സിബിറ്റ്സ് എ കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദി വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഡെപ്ത് കൂടുന്തോറും ടയർ പ്രഷറിന്റെ എഫക്ട് അങ്ങ് കുറയും. അവിടെ ടോട്ടൽ ലോഡിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ടോട്ടൽ ലോഡാണ് അവിടെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, ഇതാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത സബ് ഫാക്ടർ എന്ന് പറയുന്നത് കോണ്ടാക്ട് പ്രഷറാണ്. ഓക്കെ, കോണ്ടാക്ട് പ്രഷർ എന്ന് പറയുമ്പോൾ ലോഡ് ഓൺ വീൽ ഡിവൈഡഡ് ബൈ ആ വീലിന്റെ ലോഡ് വരുന്ന ആ ഒരു പോർഷൻ, ആ കോണ്ടാക്ട് ഏരിയ, അതാണ് അവിടുത്തെ കോണ്ടാക്ട് പ്രഷർ. അപ്പം അതിന് ഈ ഒരു ഗ്രാഫാണ് നമുക്ക് വേണ്ടി വരുന്നത്. ടയർ പ്രഷറും കോണ്ടാക്ട് പ്രഷറും തമ്മിലുള്ള ഗ്രാഫ് ചെറിയൊരു കേവ് പോലെ പോകുന്നുണ്ട്. ഈ കേവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 7 kg ടയർ പ്രഷർ ആയിരിക്കുമ്പോൾ, 7 kg/cm² ടയർ പ്രഷർ ആയിരിക്കുമ്പോൾ ഉള്ള കോണ്ടാക്ട് പ്രഷറും സെയിം 7 kg/cm² ആയിരിക്കും. അതങ്ങ് മനസ്സിലാക്കി വെക്കുക. ആ ഗ്രാഫ് ഒന്ന് പഠിക്കണേ, ബൈ ഹാർട്ട് ചെയ്യണം. എന്നിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോണ്ടാക്ട് പ്രഷർ ഈസ് ഫൗണ്ട് ടു ബി മോർ ദാൻ ടയർ പ്രഷർ
when the tire pressure is less than 7 kg/cm². ഇതുകൂടെ മനസ്സിലാക്കി വെക്കുക. എന്താണ് ടയർ പ്രഷർ 7 kg/cm² കുറവായിരിക്കുമ്പോൾ അവിടുത്തെ കോണ്ടാക്ട് പ്രഷർ ടയർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ടയർ പ്രഷർ ഹയർ ദാൻ 7 kg/cm² ആയിരിക്കുമ്പോൾ അവിടുത്തെ കോണ്ടാക്ട് പ്രഷർ ടയർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഈ പറയുന്ന കോണ്ടാക്ട് പ്രഷറിൽ അറിഞ്ഞു വെക്കുക. അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടയർ ആൻഡ് കോണ്ടാക്ട് പ്രഷർ. ഓക്കെ, ദ റേഷ്യോ ഓഫ് കോണ്ടാക്ട് പ്രഷർ ആൻഡ് ടയർ പ്രഷറിനെ നമുക്ക് റിജിഡിറ്റി ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, റേഷ്യോ ഓഫ് കോണ്ടാക്ട് പ്രഷർ ആൻഡ് ടയർ പ്രഷറിനെ നമുക്ക് റിജിഡിറ്റി ഫാക്ടർ എന്ന് പറയാം. അപ്പം റിജിഡിറ്റി ഫാക്ടർ 1 ആയിരിക്കുന്ന എപ്പോഴാണ്? ഫോർ ആൻ ആവറേജ് ടയർ പ്രഷർ ഓഫ് 7 kg/cm² ആയിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ രണ്ടും കോണ്ടാക്ട് പ്രഷറും ടയർ പ്രഷറും 7 kg/cm² ആയിരിക്കും. അവിടുത്തെ റിജിഡിറ്റി ഫാക്ടർ 1 ആയിരിക്കും. ഫോർ ലോവർ ടയർ പ്രഷർ റിജിഡിറ്റി ഫാക്ടർ ഗ്രേറ്റർ ദാൻ 1ഉം ഹയർ ടയർ പ്രഷർ എന്ന് വെച്ചാൽ 7 kg/cm² മേളിലാണ് അവിടുത്തെ ടയർ പ്രഷർ എങ്കിൽ റിജിഡിറ്റി ഫാക്ടർ അവിടെ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിജിഡിറ്റി ഫാക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിഗ്രി ഓഫ് ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദി വോൾസ് ഓഫ് ദി ടയർ. എന്തുമാത്രം പ്രഷർ അവിടെ ഉണ്ടാവുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ RF റിജിഡിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ESWL, ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ്. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ആദ്യം അറിയണം അല്ലേ. അത് ഏറ്റവും ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ് ഡെഫിനിഷൻ. ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ് ഇസ് ദി സിംഗിൾ വീൽ ലോഡ് പ്രൊഡ്യൂസിംഗ് ദി സെയിം വാല്യൂ ഓഫ് മാക്സിമം സ്ട്രെസ് ഓർ മാക്സിമം സ്ട്രെയിൻ അറ്റ് ദി ഡെപ്ത് Z as that of a dual wheel assembly. എന്താണ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറയുന്നത്? ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് അവിടെ ഒരു ഒറ്റ ലോഡേ വരുന്നുള്ളൂ. ആ സെയിം ലോഡിന് തന്നെ ആ ലോഡ് ഉണ്ടാക്കുന്ന മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡ്യുവൽ വീലിന്റെ ഒരു അസംബ്ലി ഉണ്ടെങ്കിൽ ആ വീൽ ഉണ്ടാക്കുന്ന അതേ സ്ട്രെസ്സും സ്ട്രെയിനും ഈ ഒറ്റ സിംഗിൾ വീലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഡെപ്ത് Z എടുത്താൽ ഒരു ഡ്യുവൽ വീലിന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രെസ്സും ഈ പറയുന്ന സിംഗിൾ വീലിന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രെസ്സും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി പറഞ്ഞാൽ ടു മെയിൻറ്റെയിൻ ദി വീൽ ലോഡ് within the specified limit and to carry greater load, a dual wheel assembly is provided to the rear axle of heavy vehicles. ഓക്കെ, എന്ന് വെച്ചാൽ വീൽ ലോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ലോഡൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഹെവി വെഹിക്കിൾസിൻ്റെ ഒക്കെ റിയർ ആക്സിൽ ഏറ്റവും ബാക്കിലത്തെ ആക്സിൽ 2 വീൽസ് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡെപ്ത് കഴിഞ്ഞാലുള്ള പ്രഷറിന്റെ ഒരു എഫക്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പാടായിരിക്കും. അങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ് വന്നത്. കാര്യം ആ പ്രഷർ എന്ന് പറയുന്നത് ഈ പറയുന്ന സിംഗിൾ വീൽ ലോഡിന്റെയും ഡ്യുവൽ ലോഡിന്റെയും ഇടയ്ക്കായിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ സിംഗിൾ വീൽ ലോഡ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് കാണിക്കുന്ന ഒരു ഇമേജ് ആണ് ഇത്. പഠിക്കണം കേട്ടോ. ഈ പറയുന്ന ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പേയ്മെന്റ് ഒക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഈ ഫിഗേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഫുൾ ആ ഒരു ഡെഫിനിഷനൊക്കെ എഴുതുന്നതിലൊക്കെ ഏറ്റവും നല്ലത് ഈ പറയുന്ന ഈ പടങ്ങൾ വരച്ചിട്ട് ജസ്റ്റ് ആ പടത്തിലുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. കാര്യം നമുക്ക് ഒത്തിരി എഴുതി വെക്കാനുള്ള സമയം ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, പക്ഷെ ഈ ഇമേജസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇക്വലന്റ് സിംഗിൾ വീലിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു ഇമേജ് വെച്ചിട്ടാണ്. അപ്പൊ ഇതൊരു പേയ്മെന്റ് സർഫസ് എന്ന് വെച്ചാൽ താഴോട്ടുള്ള അതിന്റെ ഡെപ്ത്. ഇത് ഒരു വെഹിക്കിളിന്റെ 2 വീല്. വീലിന്റെ ഡയമീറ്റർ A ആണെങ്കിൽ അതിന്റെ റേഡിയസ് A ആണെങ്കിൽ ഡയമീറ്റർ 2A ആണല്ലോ അല്ലെ, അത് കാണിച്ചിട്ടുണ്ട്. അത് തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ് Dയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് Sഉം കാണിച്ചിട്ടുണ്ട്. ഒരു വീല് P എന്ന ലോഡ് ഉണ്ടാക്കുന്നു, അടുത്ത വീലും P എന്ന ലോഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ. അതിന്റെ ആ ഒരു ലോഡിന്റെ ഇൻഫ്ലുവൻസ്, സ്ട്രെസ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് താഴോട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ സർഫസ് ചെയ്യുന്ന D/2 ഡെപ്ത് വരെ ഓരോ വീലും ഉണ്ടാക്കുന്ന എന്താണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ലോഡ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ആണ് ഇത്രയും, ഈ വീൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ആണ് ഇത്. പക്ഷെ ആ ഒരു D/2 ഡെപ്തും കഴിഞ്ഞാൽ കുറെ ഒരു 2S എന്ന ഡെപ്ത് വരെ എന്താണ് രണ്ടിന്റെയും കൂടെ ഒരു എഫക്റ്റിലാണ് അവിടെ ആ ഒരു സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. രണ്ടും ആ ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊരു കോൺ പോലെ വരയ്ച്ചാൽ അതിന്റെ ആ ഒരു കോൺ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ രണ്ടിന്റെയും കൂടെ ഈ പിയുടെയും മൊത്തം 2Pയുടെ ഒരു എഫക്റ്റ് ഈ പറയുന്ന D/2 ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നു. അതാണ് ഈ പറയുന്ന സിംഗിൾ വീൽ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ് ടു
depth d/2 each wheel load act independent. After this point, the stress induced begins to overlap. Okay, at the depth 2s and above, ആ ഒരു 2s അല്ലെങ്കിൽ ആ ഒരു ഡെപ്തും കഴിഞ്ഞാൽ the stresses induced are due to effect of both wheels. Okay, as the area of overlap considerable ആയിട്ട് നന്നായിട്ട് ഓവർലാപ്പ് ഉണ്ടാവുന്നുണ്ട്. So the total stress due to the dual wheel at any depth greater than 2s is considered to be equivalent to അതിനെ എന്തുമായിട്ട് ഇക്വലന്റ് ആക്കും, to a single wheel load of magnitude 2p. ഒരു വീല് വിത്ത് എ ലോഡ് ഓഫ് 2pക്ക് ഈക്വൽ ആയിട്ടായിരിക്കും ഇവിടെ അതിൻ്റെ ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ്, ഈ ഒരു ഗ്രാഫ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന സിംഗിൾ വീൽ ലോഡിൻ്റെ. എന്ന് വെച്ചാൽ ഇത് ലോഗ് സ്കെയിലാണ് കേട്ടോ, എക്സ് ആക്സിസും വൈ ആക്സിസും പോകുന്നത്. ഇവിടെ കൂടെ പോകുന്നത് ഇക്വലന്റ് സിംഗിൾ വീലിൻ്റെ വാല്യൂ ഇങ്ങോട്ട് ഡെപ്തുമാണ്, ഇസഡ് ഡെപ്താണ് പോകുന്നതെങ്കിൽ ആദ്യത്തെ നമുക്ക് d/2 എന്ന ഡെപ്തിലുള്ള ലോഡിൻ്റെ വാല്യൂ നമുക്കറിയാം പി ആണെന്നും, 2s എന്ന ഡെപ്ത് എത്തുമ്പോൾ 2p ആണ് ലോഡ് എന്നത് അത് നമുക്കറിയാം. 2 പോയിന്റ് മാർക്ക് ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് ഡെപ്തിൻ്റെയും, ഇപ്പം ഇവിടെ ഒരു ഡെപ്തിൻ്റെ വാല്യൂ ആണ് ഇക്വലന്റ് ലോഡിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ ഇവിടുന്ന് മേലോട്ട് വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ഇക്വലന്റ് ലോഡ് കിട്ടത്തില്ല. ഇപ്പോൾ ഇത് എക്സാമ്പിൾ Z1 എന്ന ഡെപ്തിലെ ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മേലോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, അപ്പം P1 എന്ന് കിട്ടും. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും വേറെ ഏതെങ്കിലും ഡെപ്തിലെ ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ. ഓക്കെ, ലോഗ് സ്കെയിലിലെ ഗ്രാഫിൽ വേണം വരയ്ക്കാൻ. അടുത്ത സബ് ഫാക്ടർ എന്ന് പറയുന്നത് റെപ്പറ്റേഷൻ ഓഫ് ലോഡ്സ്. അതെന്താന്ന് വെച്ചാൽ ഒരു പേയ്മെന്റിൽ എപ്പോഴാണ് ഡീഫോർമേഷൻ ഉണ്ടാകുന്നത്, ഒറ്റ ഒരു സിംഗിൾ ലോഡ്, ഒരു ലോഡിന്റെ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ കാരണം എപ്പോഴേലും പേയ്മെന്റ് ഡിഫോം ആകുമോ? ഇല്ല. നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പേയ്മെന്റ് ഡിഫോം ആകത്തില്ല. ഈ പറയുന്ന ലോഡ് തന്നെ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് കാരണമാണ് എപ്പോഴും ഒരു പേയ്മെന്റിൽ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേയ്മെന്റ് തിക്നെസ് ആർ ഡിസൈൻഡ് ഫോർ 1 million ലോഡ് റെപ്പറ്റീഷൻ ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, അപ്പം നമ്മളൊരു പേയ്മെന്റ് ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഫുൾ ലൈഫിൽ അതിന് 1 million, ഒരു ലോഡിൻ്റെ തന്നെ 1 million റെപ്പറ്റീഷൻ താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും പേയ്മെന്റിന് തിക്നെസ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ലോഡിന്റെ ആപ്ലിക്കേഷൻ കാരണം മൊത്തത്തിലുള്ള പേയ്മെന്റ് തിക്നെസിന്റെ 1/4 മാത്രമേ അവിടെ എന്താവുന്നുള്ളൂ, ആ ലോഡിന്റെ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പം 1 million ലോഡ് റെപ്പറ്റീഷൻ വരെ ആ പേയ്മെന്റ് തിക്നെസ്സിന് എടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if the payment fails with n1 number of repetition of p1 kilogram load. ഓക്കെ, ഒരു പേയ്മെന്റ് ഫെയിൽ ആയി എപ്പോഴാ, p1 എന്ന ലോഡ് n1 ടൈംസ് റിപ്പീറ്റ് ചെയ്തു അവിടെ. അതേപോലെ തന്നെ ആൻഡ് സിമിലർലി ഇഫ് n2 നമ്പർ ഓഫ് ടൈംസ് p2 എന്ന ലോഡ് കാരണം ആ സെയിം പേയ്മെന്റ് ഫെയിൽ ആയെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദെൻ p1 n1 ഈക്വൽ ടു p2 n2. അതിന്റെ എഫക്ട്, രണ്ടിന്റെ എഫക്ട് സെയിം ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തൊരു ടേം ആണ് ഇക്വലന്റ് വീൽ ലോഡ് ഫാക്ടർ, EWLF. അതെന്ന് വെച്ചാൽ ഫോർ എ ഗിവൺ ലോഡ്, ഒരു ഗിവൺ ലോഡ് P1 ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വലന്റ് വീൽ ലോഡ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ആ ഗിവൺ ലോഡ് P1 ബൈ സ്റ്റാൻഡേർഡ് ലോഡ് P ദ ഹോൾ റേസ് ടു 4 എന്നുള്ളതാണ്. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ഫാക്ടറാണ് ക്ലൈമറ്റിക് വേരിയേഷൻസ്. ഓക്കെ, അപ്പം മേജർ എഫക്റ്റ് ഓഫ് ക്ലൈമറ്റിക് വേരിയേഷൻസ് എന്ന് പറയുന്നത് മോയിസ്റ്റർ കണ്ടീഷനിലുള്ള വേരിയേഷൻ, ഫ്രോസ്റ്റ് ആക്ഷൻ, ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ്. അല്ലെ, മോയിസ്റ്റർ കണ്ടീഷന്റെ വേരിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പ്രസൻസ് ഓഫ് വാട്ടറിന്റെ ഒരു വേരിയേഷൻ ആണല്ലോ അല്ലേ. അപ്പം അത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിലെ ഫ്ലക്ച്വേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡ്രെയിനേജ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ മോയിസ്റ്ററിന്റെ മൂവ്മെന്റ്, കാപ്പിലറി ആക്ഷൻ വഴി അല്ലെങ്കിൽ വേപ്പർ മൂവ്മെന്റിന്റെ വഴിയൊക്കെയുള്ള മോയിസ്റ്റർ മൂവ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സബ്ഗ്രേഡ് സോയിലിനകത്ത് സ്വെല്ലിങ്ങും ഷ്രിങ്കേജും നടക്കും ഈ പറയുന്ന മോയിസ്റ്ററിന്റെ വേരിയേഷൻ വെച്ചിട്ട്. അങ്ങനെ ഈ പറയുന്ന സ്വെല്ലിങ്ങും ഷ്രിങ്കേജും നടക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ പേയ്മെന്റിൽ ഫെയിലിയർ ഉണ്ടാവും. ഓക്കെ, കൂടുതൽ വെള്ളം വന്നു കഴിയുമ്പം സബ്ഗ്രേഡ് സോയിലിൽ വെള്ളം കൂടി അതിങ്ങനെ സ്വെല്ല് ചെയ്യും. അപ്പം പേയ്മെന്റ് പണിത് വെച്ചിരിക്കുമായിരിക്കും, കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അത് ആ പേയ്മെന്റിൽ അതിന് വ്യത്യാസം വരും. ഇനിയിപ്പം ഉള്ള വെള്ളം എല്ലാം അങ്ങ് പോവുകയാണെങ്കിൽ ആ സബ്ഗ്രേഡ് സോയിൽ അങ്ങ് കുറച്ചുകൂടി ഷ്രിങ്ക് ആവും. അപ്പം അപ്പോഴും ഈ പറയുന്ന പേയ്മെന്റിൽ ക്രാക്ക് ഉണ്ടാവും. അടുത്താണ് ഫ്രോസ്റ്റ് ആക്ഷൻ. അതെന്താണ് ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഐസിന്റെ എന്തോ ഒരു എഫക്റ്റ് അല്ലേ, പേരിൽ നിന്ന് കിട്ടും അല്ലേ. അപ്പൊ അഡ്വേഴ്സ് എഫക്ട് ഡ്യൂ ടു ഫ്രോസ്റ്റ് ഹീവ്. ഫ്രോസ്റ്റ് ഹീവ് എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ ഈ ഐസ് ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ നല്ല ഒരു ഹൈറ്റിൽ പേയ്മെന്റിന്റെ അടിയിൽ വെള്ളം ഐസ് ആയെങ്കിൽ എന്താണ്, അവിടെ ഇങ്ങനെ ഒരു ഐസ് കട്ട പൊങ്ങി വന്ന് ആ പേയ്മെന്റിൽ ഒരു കുഴി പോലെ ഉണ്ടാവുമല്ലോ,
അതാണ് ഫ്രോസ്റ്റ് ഹീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രോസ്റ്റ് മെൽറ്റിംഗ് കാരണം അല്ലെങ്കിൽ തോയിങ്, മെൽറ്റിംഗും തോയിങ് എന്ന് വെച്ചാൽ ഒരേ അർത്ഥമാണ്. ഈ പറയുന്ന ഐസ് മെൽറ്റ് ആയി പോകുന്നതിനാണ്, ലിക്വിഡായി മാറുന്നതിനാണ് എന്താണ് ഫ്രോസ്റ്റ് തോയിങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹീവിങ്ങും തോയിങ്ങും അല്ലെങ്കിൽ അതിന് ഫ്രീസിങ് എഫക്റ്റിന്റെ ഒക്കെ ഓൾട്ടർനേറ്റ് സൈക്കിൾസ് വരുന്നതുകൊണ്ട് പേയ്മെന്റിൽ ഡിഫോർമേഷൻ ഉണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ as temperature decreases ഐസ് ക്രിസ്റ്റൽ ഇൻ ദി സബ്ഗ്രേഡ് സോയിൽ എന്താ കുറച്ചുകൂടെ ഗ്രോ ആവും. അപ്പൊ അതനുസരിച്ച് എന്താ ഫ്രോസ്റ്റ് ഹീവ് ഉണ്ടായിട്ട് പേയ്മെന്റ് പതുക്കെ റൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊരു ഡിഫോർമേഷൻ ആണ്. സബ്സിക്വന്റ്ലി പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുമ്പം ഈ പറയുന്ന ഐസ് എല്ലാം അങ്ങ് മെൽറ്റ് ആവും. അപ്പൊ അതെല്ലാം കൂടെ വെള്ളമായി പോകും. അപ്പം ആ ഒരു പോർഷനിൽ ചെറിയ കുഴികളുണ്ടാവും. അടുത്തത് ടെമ്പറേച്ചർ ഉള്ള വേരിയേഷൻ. അതെന്ന് വെച്ചാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാര്യം വൈഡ് വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ എന്താക്കും, പേയ്മെന്റിൽ ഒത്തിരി ഡിഫോർമേഷൻ ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ബിറ്റുമിനസ് പേയ്മെന്റ് ആണല്ലോ അല്ലേ. അപ്പം ബിറ്റുമിൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. കാര്യം ഹോട്ട് വെതറിൽ ബിറ്റുമിനസ് പേയ്മെന്റ് ഒക്കെ അങ്ങ് സോഫ്റ്റ് ആയി മാറുകയും കോൾഡ് വെതറിൽ ബ്രിട്ടിലായി മാറുകയും ചെയ്യും. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് എന്താണ് സോഫ്റ്റനിങ് പോയിന്റ് ഞാൻ പഠിപ്പിച്ചിരുന്നു. സോഫ്റ്റനിങ് പോയിന്റിന്റെ ടെസ്റ്റ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന ടാർ ഇടുന്ന അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ ബിറ്റുമിനിൽ ഈ പറയുന്ന സോഫ്റ്റനിങ് പോയിന്റിനെ ടെസ്റ്റ് ചെയ്യും. കാര്യം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ടെമ്പറേച്ചറുമായിട്ട് നമ്മുടെ റോഡിന് പറ്റുമോ, നമ്മുടെ ആ ബിറ്റുമിനിന് പറ്റുമോ നോക്കണം. കാര്യം നമ്മുടെ അവിടുത്തെ ടെമ്പറേച്ചർ മാക്സിമം വരാൻ ചാൻസ് ഉള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിനടുത്ത് ഈ പറയുന്ന നമ്മുടെ സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബിറ്റുമിൻ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ്. ഓക്കെ, കാര്യം ഹോട്ട് വെതർ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ആ പറയുന്ന ബിറ്റുമിൻ സോഫ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഹൈ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഇൻ സിമെന്റ് കോൺക്രീറ്റ്, അതുപോലെ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ് എടുത്താലും ഒത്തിരി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പേയ്മെന്റിൽ ആ മേളത്തെ പോർഷൻ ഇങ്ങനെ വാർപ്പിംഗ് ഉണ്ട്. വാർപ്പിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് ആ കോൺക്രീറ്റ്. അത് ഒരു ഡിഫോർമേഷൻ ആണല്ലോ. അടുത്തത് പേയ്മെന്റ് കമ്പോണന്റ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പേയ്മെന്റ് എന്ന് പറയുമ്പോൾ പല ലെയേഴ്സ് ഉണ്ട്. ഓരോ ലെയേഴ്സിനും പല കമ്പോണന്റ്, പല മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മൊത്തത്തിലുള്ള പേയ്മെന്റിൽ കൂടെയുള്ള സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ തിക്നെസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പേയ്മെന്റ് ലെയേഴ്സിലെ മെറ്റീരിയൽസിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. അപ്പം ഹൈറ്റ് ഓഫ് ദി എംബാക്ക്മെന്റ്, അതിന്റെ ഫൗണ്ടേഷൻ ഡീറ്റെയിൽസ്, അവിടുത്തെ കട്ടിങ്ങിന്റെ ഒക്കെ ഡെപ്ത്, അവിടുത്തെ സബ് സർഫസ് വാട്ടർ ടേബിളിന്റെ ഡെപ്ത്, ഇതെല്ലാം അറിഞ്ഞു വെക്കണം. അതെല്ലാം പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ പെർഫോമൻസും ഡ്രെയിനേജും കിട്ടത്തുള്ളൂ. അപ്പം ഈ പറയുന്ന പേയ്മെന്റിലെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ച് നമുക്ക് ബിറ്റുമിനസ് ബൈൻഡർ ചൂസ് ചെയ്യുന്നതും മാറും. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് സബ്ഗ്രേഡ് സോയിൽ. എല്ലാം ഓക്കെ ആണെങ്കിലും അവിടുത്തെ സബ്ഗ്രേഡ് സോയിലും പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആവശ്യത്തിനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലൈമറ്റിലും ലോഡ് കണ്ടീഷനിലൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണം അവിടുത്തെ സബ്ഗ്രേഡ് സോയിലായിട്ട് വരാൻ. ഇൻകംപ്രസിബിൾ ആയിട്ടുള്ളതും ഫോർമേഷൻ ഓഫ് സെറ്റിൽമെന്റ് ഒന്നും അധികം ഉണ്ടാകാത്തതും ഒക്കെ ടൈപ്പ് ഓഫ് സബ്ഗ്രേഡ് സോയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പം ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് എ സോയിൽ ആസ് എ ഹൈവേ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രോപ്പർട്ടീസ് മാത്രം എടുത്ത് പറയുവാണ്. സ്റ്റെബിലിറ്റി നോക്കണം, ഇൻകംപ്രസിബിലിറ്റി, അതിൻ്റെ പെർമിയൻസി ഓഫ് അതിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ നോക്കണം, മിനിമം ചേഞ്ച് ഇൻ വോളിയം ആൻഡ് സ്റ്റെബിലിറ്റി, പിന്നെ ഗുഡ് ഡ്രെയിനേജ് ഉള്ളതായിരിക്കണം, ഈസ് ഓഫ് കോമ്പാക്ഷൻ, ഇതെല്ലാം പ്രോപ്പർ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു സബ്ഗ്രേഡ് സോയിൽ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയാണ് വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേയ്മെൻറ്റ് ഡിസൈൻ. ഓക്കെ, അപ്പം ഇതിലെ ഏതെങ്കിലും ഒരു 2 ഫാക്ടേഴ്സിനെ പറ്റി അസൈൻമെൻ്റ് ആയിട്ട് എഴുതുക കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്യുക, അറ്റൻഡൻസ് തരാൻ വേണ്ടി ജസ്റ്റ് ഏതെങ്കിലും ഒരു 2 ഫാക്ടേഴ്സിനെ പറ്റി നോട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് അത് വേണം അപ്ലോഡ് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഇതൊക്കെ. വേണമെങ്കിൽ 8 മാർക്കിനും 10 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ.